അഗെയിൻ നമ്മൾ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിലെത്തിയിരിക്കുകയാണ്. സോ 2 കുതിരകൾ, മിണ്ടിയും പറഞ്ഞിരിക്കുന്ന 2 കുതിരകളെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട്. എന്താണ് 2 കുതിരകളെ കാണാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സുഹൃത്തുക്കളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. താങ്കൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം? ഞങ്ങളാണെങ്കിൽ ഇവിടെ സ്കോട്ട്ലൻഡിൽ വന്നേക്കുന്നത് കെൽപ്പീസ് കാണാനാണ്. അതായത് സ്കോട്ട്ലൻഡിന്റെ കുതിര. എവിടെയോ എന്തോ ഒരു തകരാറ്. സ്കോട്ട്ലൻഡിന്റെ പവർ കാണിക്കുന്ന കുതിരയാണിത്. സ്കോട്ട്ലൻഡിന്റെ പവർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 കനാല് ജോയിൻ ചെയ്യുന്നിടത്താണ് ഈ കുതിരകള്. എഞ്ചിനീയറിംഗിന്റെ കഴിവിനെ തെളിയിക്കുന്നതാണ്. 100 ടൺസ് ഓഫ് സ്റ്റീൽ വെച്ചുണ്ടാക്കിയതാണ് ഈ കെൽപ്പീസ് കുതിരകൾ. ഇത് കൂടുതൽ വ്യക്തമായ ഒരു ഇതിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. താങ്കള് വണ്ടി ഇരുന്നോ. നിങ്ങൾ എന്തിനാണ് ഈ വന്നിരിക്കുന്നത്? റോബിച്ചൻ, എന്താണ് ഈ കുതിരയെ കൊണ്ട് പറയാനുള്ളത്? ഞാൻ ഈ കുതിരയിൽ കുതിര സവാരി നടത്താവുന്ന രീതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെ ഞാൻ എവിടെയോ അതാണ് നടക്കില്ലെന്ന് നോക്കിയിട്ട് ഞാൻ രണ്ടാമത് വരുന്നതായിരിക്കും. എങ്ങനെയുണ്ടാവും ഞങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങൾ ഫാമിലിയായിട്ട് ഹാപ്പിയാണോ? ഞങ്ങൾ ഫാമിലി ആയിട്ട് വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു കഴിവാണ് ഞങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അതെന്താണെന്നുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ജെന്റിൽമാൻ ആൻഡ് ലേഡീസ്. 30 അടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 കനാലിന്റെ ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. സോ ഗൈസ്, എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നു. കുതിരയുടെ വീട്ടിലുണ്ടൊരു തട്ടാവാരി തത്തമ്മ, പാട്ടും പാടി പരി പിടിക്കും തത്തമ്മ, തത്തമ്മയ്ക്കൊരു കുതിയുടുപ്പ് കുഞ്ഞിയണ്ണമ്മ, കൊച്ചുപിടുത്തിൽ കുത്തിക്കും തത്തമ്മ, തട്ടാവാരി തത്തമ്മ. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന 2 കുതിരകൾ. ആ മഹാ കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതാണ്. എന്താണെന്നറിയോ? ഇതാണ് കെൽപ്പീസ്. ഇതിനർത്ഥം എന്താണെന്നറിയോ? ഐതിഹ്യം അറിയോ? നിങ്ങൾ പറ. നിങ്ങൾ മൂന്നാല് ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ട് അതെ. ഇതെന്നാന്ന് പറഞ്ഞാല് പണ്ട് സ്കോട്ട്ലൻഡില് ഇവിടെ രാജഭരണമായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ലാൻഡ് ലോഡ് 2 കുതിര ഉണ്ട്. ആ കുതിര ബാക്കി വന്നിരുന്നു. അപ്പൊ സ്റ്റാച്ചു ആയിപ്പോയി. അപ്പൊ കെൽപ്പീസ് വന്നു. കുതിര. ഈ സാധനങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് എങ്ങനെയാണെന്ന് വളരെ വിദഗ്ധമായി കെൽപ്പീസ് എന്ന് പറയുന്നത് ഒരു ഫോക്ക് ലോർ ആണ്. ആ ഫോക്ക് ലോറിലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വരുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് കെൽപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. The Ichapi is very very happy. Ichapi say tata. Ichapi say tata. No. Don't touch. കഷ്ടപ്പെട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്വാൻ. സോ എല്ലാവരും ഇവിടെ ഓടിയിട്ടുണ്ട്. എല്ലാവരും എത്തി. സോ ഇനിയിപ്പം ഇതൊന്ന് വട്ടം ചുറ്റി കാണുക, ഇന്നത്തെ സ്റ്റേയിലേക്ക് പോവുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ ഇവിടെ ഫോട്ടോ എടുപ്പൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. എല്ലാവരും വട്ടത്തിൽ നിൽക്കുന്നു. നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കാണാം. 2 കുതിരയുണ്ട് ഇതിനകത്ത്. ഇതെങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾക്ക് വിവരമില്ല. ചേട്ടാ നമുക്ക് സെൽഫി എടുക്കാം. ഞാൻ ഒരു സെൽഫി എടുത്തു അതിനകത്ത്. സോ ഗൈസ്, ഇതാണ് കണ്ടാ, ഇതൊക്കെയാണൊരു സൃഷ്ടി എന്ന് പറയുന്നത്. എന്താ അല്ലേ, ഭയങ്കര ഭയങ്കരം തന്നെ. എന്താ പറയണ്ടത്? ഇവർ വളരെ നല്ലൊരു ഇതാണ്.
എന്തൊരിതത് ഇങ്ങനെണ്ടൊരിത് ഇതിനെക്കുറിച്ച് ഗൈസ് ഇവര് ലിവർപൂളില് ഏതോ ഒരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ല ലേക്ക് ഒരാള് ലേക്ക് ഒരാള് ലിവർപൂളിലുമാണ്. രണ്ടുപേരും NHS നേഴ്സുമാരാണ്. നല്ല കുട്ടികളാണ്. കർമ്മനിരതരായ അതെ ഹാർഡ് വർക്കിംഗ് നഴ്സസ്. അതെ കല്യാണം നോക്കുന്നുണ്ട്. അത് ഞങ്ങള് അതെ യൂട്യൂബ് നല്ല ഇതിൽ ആലോചന വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ കോട്ടയത്തുണ്ടെ സിനിമ കാണിക്കണം. വെള്ളയിൽ മഞ്ഞപ്പൂക്കളുള്ള സാരി മേടിച്ചായിരുന്നു. താജ്മഹലിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കണം. പാട്ടുപുസ്തകത്തിലെ പാട്ട് പഠിക്കണം. All the dreams like twinkle star. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കണ്ട് സ്കോട്ട്ലൻഡിനോട് വിട പറയുകയാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്.